നിയുക്ത എം.എൽ.എ. ടി.കെ. ഗോവിന്ദന് അഭിനന്ദനം. തളിപ്പറമ്പിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. 2 ഫ്ലെക്സ് കണ്ടപ്പോഴേ കലിയിളകി CPM ഗുണ്ടകൾ തെരുവിലേക്കിറങ്ങി എല്ലാം വലിച്ചു കീറി. ഇവിടെ എം.എൽ.എ. പി.കെ. ശ്യാമളയാണെന്ന്, കുലംകുത്തിക്ക് കുഴിയാണ് വെട്ടിയിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ CPMകാർക്ക് കണ്ടാൽ കലിയാണ്. ബൈ ബൈ പിണറായി എന്നും പറഞ്ഞുകൊണ്ട് ചില ഫ്ലെക്സ് ബോർഡുകൾ UDFകാർ പലയിടത്തായിട്ട് ഉയർത്തിയിട്ടുണ്ടല്ലോ. അതിൽ കലി കയറി UDFനെ കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞാണ് CPMകാർ നിൽക്കുന്നത്. അതിനിടയിലാണ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ തളിപ്പറമ്പിൽ കൊണ്ടുപോയി ടി.കെ. ഗോവിന്ദൻ MLAക്ക് അഭിവാദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ കമ്മികൾക്ക് വെറി പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇക്കുറി തുടർഭരണമില്ല എന്നുള്ള വാദമാണ് ഉയരുന്നത്. എന്നാൽ പാർട്ടി തോറ്റാലും വേണ്ടില്ല, തളിപ്പറമ്പിൽ ഭാര്യ ശ്യാമള ജയിക്കണം എന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ചിന്ത. തളിപ്പറമ്പിൽ ഗോവിന്ദ കുടുംബത്തിന്റെ ഉച്ചിയിലടിച്ച് ടി.കെ. ഗോവിന്ദന്റെ കളികളും. പാർട്ടിയിൽ നിന്ന് തല്ലിപ്പിരിഞ്ഞ് CPMന് തീയിട്ടായിരുന്നല്ലോ ടി.കെ. ഗോവിന്ദൻ പുറത്തുപോയി UDF പിന്തുണയോടെ തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചത്. ഇപ്പോൾ ജയമുറപ്പിച്ചു എന്ന മട്ടിൽ നിയുക്ത MLA ബോർഡും. ചിലയിടങ്ങളിൽ ടി.കെ. ഗോവിന്ദനൊപ്പം ഫ്ലെക്സിൽ ഷാഫി പറമ്പിലും ഉണ്ട്. ഇതോടെ കമ്മികൾക്ക് കുരു പൊട്ടി ഒലിച്ചത്. MV ഗോവിന്ദൻ ടീമും ടി.കെ. ഗോവിന്ദൻ ടീമും ഇപ്പോൾ തെരുവിൽ കൂട്ടയടി. വോട്ടെണ്ണൽ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചാണ് UDF ക്യാമ്പ് നിൽക്കുന്നത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടി.കെ. ഗോവിന്ദന് അഭിവാദ്യ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. തളിപ്പറമ്പ് ബദരിയ നഗറിലാണ് ആദ്യമായി ഇത്തരം ബോർഡുകൾ ഉയർന്നത്. LDFന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തളിപ്പറമ്പിൽ ഇത്തവണ ചരിത്രം വഴിമാറും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF പ്രവർത്തകർ. സിറ്റിംഗ് MLAയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ പാർട്ടി ചുമതലകളിലേക്ക് മാറിയതോടെയാണ് തളിപ്പറമ്പിൽ രാഷ്ട്രീയ പോരാട്ടം കടുത്തത്. ഗോവിന്ദന്റെ പിൻഗാമിയായി ഭാര്യയും മുതിർന്ന നേതാവുമായ P.K. ശ്യാമളയെ LDF കളത്തിലിറക്കിയപ്പോൾ CPM അണികൾക്കിടയിൽ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നതും ആ പുകച്ചിൽ പുറത്തേക്ക് വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. UDFന് ഇത് വലിയ ആശ്വാസം പകർന്നിരുന്നു. CPM വിട്ടുവന്ന ടി.കെ. ഗോവിന്ദനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF ഏറ്റെടുത്തത് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് UDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നു. മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ ആ ഒരു നില വ്യക്തമാകും എന്നാണ് UDF കണക്കുകൂട്ടൽ. 1970-ൽ മണ്ഡലത്തിൽ LDFന് സംഭവിച്ച തിരിച്ചടി ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. എന്നാൽ UDF ക്യാമ്പിനുള്ളിലും ഭിന്നതകളും പുകച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു ടി.കെ. ഗോവിന്ദന് നേരെ. ഗോവിന്ദനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നതിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊയ്യും ജനാർദ്ദനൻ വിമതനായി രംഗത്ത് വന്നു. ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്ന തന്റെ ആവശ്യം തള്ളിയതാണ് ജനാർദ്ദനനെ പ്രകോപിപ്പിച്ചത്. ഈ ആഭ്യന്തര തർക്കങ്ങൾക്കിടയിലും ശ്യാമളയ്ക്കെതിരെ ടി.കെ. ഗോവിന്ദൻ അട്ടിമറി വിജയം നേടും എന്ന് തന്നെയാണ് ബോർഡുകൾ സ്ഥാപിച്ച പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നത്. വോട്ടെണ്ണലിന് മുൻപേയുള്ള ഈ വിജയാഘോഷം കണ്ണൂരിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. CPMന് അടിയേറ്റിരിക്കുകയാണ്. MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിൽ ജയിക്കേണ്ടത് നിർണായകമാണ്. ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തതിൽ വലിയ എതിർപ്പാണ് കണ്ണൂർ CPMനുള്ളിൽ പുകഞ്ഞത്. ഈ എതിർപ്പ് പോലും പരസ്യമായി പ്രകടമാക്കി പലരും രംഗത്തേക്ക് വന്നു. എന്നാൽ തന്റെ ഭാര്യ ആയതുകൊണ്ടല്ല, അവർ മുതിർന്ന നേതാവായതുകൊണ്ടാണ് സീറ്റ് കൊടുത്തത് എന്ന് ഗോവിന്ദൻ വാദിച്ചു. P.K. ശ്യാമള അത്ര ജനകീയൊന്നുമല്ല, അവർക്ക് മണ്ഡലത്തിലെ ജനങ്ങളുമായി അടുപ്പമില്ല, സീറ്റ് കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ്, ജയിക്കുന്ന ഒരു മണ്ഡലം കൊണ്ടുപോയി തൊലയ്ക്കരുത് എന്ന് പച്ചയ്ക്ക് വിമർശിച്ചു CPMകാർ. ഇതെല്ലാം തള്ളിയാണ് ഗോവിന്ദൻ സഖാവ് പിണറായിയുടെ കാല് പിടിച്ച് ഭാര്യയ്ക്ക് സീറ്റ് ഒപ്പിച്ചത്. പാർട്ടി സെക്രട്ടറി കസേര വെറുമൊരു റബ്ബർ സ്റ്റാമ്പാണെന്ന് ഗോവിന്ദൻ അറിയാം. ഇക്കുറി മത്സരിക്കാൻ ഗോവിന്ദന് സീറ്റും കൊടുത്തില്ല. അധികാരത്തിൽ ഇടമില്ലാത്തതുകൊണ്ട് തളിപ്പറമ്പിൽ ഭാര്യയെ നിർത്തി ജയിപ്പിച്ച് അധികാരം ഉറപ്പിക്കാനുള്ള കുരുട്ടുബുദ്ധിയായിരുന്നു ഗോവിന്ദൻ കാണിച്ചത്. ഈ കുരുട്ടുബുദ്ധിയൊക്കെ കാണിച്ചിട്ടും ശ്യാമള ജയിച്ചില്ലെങ്കിൽ തളിപ്പറമ്പിലെ CPMകാർ ഗോവിന്ദനെ തല്ലിപ്പഴിപ്പിക്കും. അതിനിടയിലാണ് ടി.കെ. ഗോവിന്ദന്റെ MLA ഫ്ലെക്സ് ബോർഡുകൾ. അടിമുടി വിറച്ചു നിൽക്കുകയാണ് MV ഗോവിന്ദൻ. തളിപ്പറമ്പിൽ 2 ഗോവിന്ദന്മാരും നേർക്കുനേർ പോരിലാണ്. MV ഗോവിന്ദനെയും ശ്യാമളയെയും വലിച്ചു കീറിയായിരുന്നു തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദന്റെ പ്രചാരണ പരിപാടികളൊക്കെ. 3 തവണ MLAയും പോരാത്തതിന് മന്ത്രിയുമായിരുന്ന MV ഗോവിന്ദൻ 4ാം തവണ തന്റെ ഭാര്യയെ ആ കസേരയിൽ ഇരുത്താൻ കാണിച്ച വ്യഗ്രത ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ടി.കെ. ഗോവിന്ദൻ പ്രതികരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനവികാരം LDFനെതിരാണ്, പ്രത്യേകിച്ച് തളിപ്പറമ്പ് മണ്ഡലത്തിൽ. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തിന് ജനങ്ങൾ പൂർണ്ണമായും എതിരാണ്.
പാർട്ടിയിലെ ഒരു ഘടകവും ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചില്ല. CPMന്റെ ചരിത്രത്തിൽ താഴെ തട്ടിലുള്ള പാർട്ടി മെമ്പർമാർ പോലും അംഗീകരിക്കാത്ത ഒരു സ്ഥാനാർത്ഥിത്വം ഇതുപോലെ ഉണ്ടായിട്ടില്ല. തന്റെ കാലം കഴിഞ്ഞ് ഭാര്യയെ കസേരയിലിരുത്താൻ നോക്കുന്നത് പാർലമെന്ററി വ്യാമോഹമല്ലേ എന്നായിരുന്നു ഗോവിന്ദൻ പച്ചയ്ക്ക് ചോദിച്ചത്. ചെങ്കോട്ടയായ കണ്ണൂരിലെ CPMന്റെ കരുത്തുറ്റ കോട്ടകളിലൊന്നാണ് തളിപ്പറമ്പ്. പതിറ്റാണ്ടുകളായി ഇളകാതെ നിൽക്കുന്ന പാർട്ടി കോട്ട. എന്നാൽ ഏത് കൊടുങ്കാറ്റിലും കൂടെ നിൽക്കുമെന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലത്തിലാണ് TK ഗോവിന്ദൻ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കനൽ കോരിയിട്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പയ്യന്നൂരിന് പിന്നാലെ തളിപ്പറമ്പിലുണ്ടായ പൊട്ടിത്തെറി CPMനുണ്ടാക്കിയ ആഘാതം അത്ര ചെറുതൊന്നുമല്ല. അടിയൊഴുക്കുകൾ നേരിയ തോതിൽ പ്രകടമായി തുടങ്ങിയ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ CPM നേരിട്ടത് വലിയ വെല്ലുവിളിയായിരുന്നു. CPMന് എതിരില്ലാത്ത പാർട്ടി കോട്ടയായ മലപ്പട്ടം സ്വദേശിയാണ് TK ഗോവിന്ദൻ. പയ്യന്നൂരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ TK ഗോവിന്ദനും പുറത്തേക്ക് പോയി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് CPMനെ സംബന്ധിച്ചിടത്തോളം തല പിളരുന്ന അടി തന്നെയായിരുന്നു. ദീർഘകാലം തളിപ്പറമ്പ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായിരുന്ന ഗോവിന്ദന്റെ വിമത നീക്കം കടുപ്പമേറിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് CPMന് കൃത്യമായിട്ട് അറിയാം. കാരണം തളിപ്പറമ്പിന്റെ പ്രചാരണ രീതി എങ്ങനെയാണെന്ന് TK ഗോവിന്ദന് കൃത്യമായിട്ട് അറിയാം. CPMന്റെ കുടുംബാധിപത്യത്തിനെതിരെയുള്ള വോട്ട് കൂടി സമാഹരിക്കാൻ കഴിയുമെന്നും അത്തരം സൂചനകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സഖാക്കളിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും ഗോവിന്ദൻ പച്ചയ്ക്ക് തുറന്നടിച്ചതും CPMനെ അടിയേറ്റിരുത്തുന്നതായിരുന്നു. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അതിന്റെ ഒരു ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. എന്നാൽ മാത്രമേ വ്യക്തമാകൂ CPM അവിടെ തോറ്റാൽ എത്രത്തോളം വലിയ പ്രഹരമാണ് CPMന് കിട്ടിയിരിക്കുന്നത്. ഗോവിന്ദന്റെ കൈവിട്ട കളിയിലൂടെ, ശ്യാമളയ്ക്ക് അവിടെ സീറ്റ് കൊടുത്തതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാകുകയുള്ളൂ. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ ചെങ്കോട്ടയെ വിറപ്പിക്കാൻ UDFന് കഴിഞ്ഞു എന്നതാണ് തളിപ്പറമ്പിനെ ഹോട്ട് സീറ്റാക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ മുഖമായ K സുധാകരൻ ഈ തെരഞ്ഞെടുപ്പുകളിൽ CPMനെ മറികടന്ന് ലീഡെടുക്കുകയായിരുന്നു. 2019ലും 2024ലുമാണ് സുധാകരൻ ഇടതു കോട്ടകളെ വിറപ്പിച്ചത്. CPM അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് തളിപ്പറമ്പിലായിരുന്നു. മണ്ഡലത്തിൽ 725 വോട്ടിന്റെ ലീഡെടുത്തായിരുന്നു സുധാകരന്റെ കുതിപ്പ്. 2016ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെയിംസ് മാത്യു 40,000 വോട്ടുകൾക്ക് ജയിച്ച അതേ മണ്ഡലത്തിലാണ് UDFന്റെ ഈ ലീഡ് എന്നോർക്കണം. 2021ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ CPMന് കഴിഞ്ഞു. എന്നാൽ 3 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഇടതു കോട്ടകൾ ആടി ഉലഞ്ഞു. 2024ലെ ജനവിധി 2019നേക്കാൾ കടുത്ത പ്രഹരമാണ് CPMന് സമ്മാനിച്ചത്. ഉറച്ച കോട്ടകളായ മട്ടന്നൂരിൽ 3034 വോട്ടിന്റെ ലീഡും ധർമ്മടത്ത് 2616 വോട്ടുകളുടെ ലീഡും മാത്രമാണ് CPMന് ലഭിച്ചത്. തളിപ്പറമ്പിലാകട്ടെ CPM വലിയ ഞെട്ടലിലേക്ക് പോയി. 8787 വോട്ടുകളുടെ ലീഡാണ് UDF തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് നേടിയത്. മണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി പാർട്ടി പ്രതീക്ഷിച്ചതേയില്ല. 2025ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12,000-ലധികം വോട്ടുകളുടെ ലീഡ് നേടാനായത് CPMന് പിന്നീട് ആശ്വാസം നൽകുന്നുണ്ട്. 1957ലെയും 60ലെയും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തളിപ്പറമ്പ് മണ്ഡലമില്ല. 1965ലെ 3ാം തെരഞ്ഞെടുപ്പിലാണ് മണ്ഡലം നിലവിൽ വന്നത്. CPMലെ അഡ്വക്കേറ്റ് KP രാഘവ പൊതുവാൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ നിയമസഭ കൂടിയില്ല. അങ്ങനെ ആദ്യ 3 തെരഞ്ഞെടുപ്പുകൾ തളിപ്പറമ്പ് മണ്ഡല ചരിത്രത്തിൽ അപ്രസക്തമായി. 4ാമത്തെ തെരഞ്ഞെടുപ്പ് 1967ൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ട് 3 കൊല്ലമായിരുന്നു. എന്നാൽ CPMനൊപ്പം CPIയും ചേർന്ന സപ്തകക്ഷി മുന്നണിയായാണ് അത്തവണ മത്സരിച്ചത്. മുന്നണി സ്ഥാനാർത്ഥിയായി 2ാമതും മത്സരിച്ച രാഘവ പൊതുവാൾ 9,000-ഓളം വോട്ടിന് ജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പേരുള്ള ഇന്ദിര അനുകൂലികൾക്ക് പക്ഷേ സംസ്ഥാന പദവി മാത്രം. ആ പക്ഷത്ത് CPI നിലയുറപ്പിച്ച സമയം. CPMന് വേണ്ടി രാഘവ പൊതുവാൾ 3ാമതും മത്സരത്തിനിറങ്ങുമ്പോൾ ആശങ്കയില്ല. പക്ഷേ പ്രചാരണം കൊഴുത്തപ്പോൾ കോൺഗ്രസിന്റെ CP ഗോവിന്ദൻ നമ്പ്യാർ ഒരു പിടി മുന്നിൽ. ഫലം വന്നപ്പോഴും 909 വോട്ടിന് ഗോവിന്ദൻ നമ്പ്യാർ ജയിച്ചു കയറി. ആകെ പോൾ ചെയ്ത 71,516 വോട്ടിൽ ഗോവിന്ദൻ നമ്പ്യാർ 31,435 വോട്ട് നേടിയപ്പോൾ രാഘവ പൊതുവാൾ 30,526 വോട്ടിൽ 2ാമതായി. മലയോരത്തെ കുടിയേറ്റ കർഷകൻ ചെറുനിലം സ്കറിയ കേരള കോൺഗ്രസിന് വേണ്ടി 6.78% വോട്ട് നേടി സാന്നിധ്യമറിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്.